ചോദ്യം: മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതി ഏത്? ഉത്തരം: യോദ്ധാവ്. ചോദ്യം: വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? ഉത്തരം: സിറോഫ്താൽമിയ. ചോദ്യം: സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാണ്? ഉത്തരം: റെഡ് റിബൺ ക്ലബ്ബ്. ചോദ്യം: കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതിവിടെ? ഉത്തരം: ചുണ്ടേൽ. ചോദ്യം: സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം: ഗവർണർക്ക്. ചോദ്യം: തന്നിരിക്കുന്നവയിൽ ഇൻപുട്ട് ഉപകരണം ഏത്? നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം 4ാമത്തെ ഓപ്ഷൻ, ഉത്തരം സ്കാനർ. ചോദ്യം: പോക്സോ നിയമം 2012 പ്രകാരം കുട്ടി ആയി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം: 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെ. ചോദ്യം: ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര? ഉത്തരം: 3 വർഷം. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഏത്? നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം 2ാമത്തെ ഓപ്ഷൻ, അതായത് സർട്ടിൻ, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇതാണ് ശരിയായ ഉത്തരം. നമുക്കിതിലത്തെ ഓരോ ഓപ്ഷൻസ് എന്താണെന്ന് ശരിയായി പരിശോധിക്കാം. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ നാസ്കോം. ഇത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സംഘടനയാണ്. ഈ നാസ്കോം എന്നതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് എന്നതാണ്. അടുത്ത ഓപ്ഷൻ സർട്ടിൻ, നമ്മുടെ ശരിയായ ഉത്തരം. അത് ഇന്ത്യയിൽ വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള ഉത്തരവ് നൽകുന്ന അതോറിറ്റിയാണ്. ഈ സർട്ടിൻ എന്നതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നതാണ് സർട്ടിൻ എന്നതിൻ്റെ പൂർണ്ണരൂപം. അടുത്ത ഓപ്ഷൻ ട്രായ്. എന്താണ് ട്രായ് എന്ന് പറയുന്നത്? ഇന്ത്യയിലെ ടെലികോം മേഖലയെ നിയന്ത്രിക്കുന്ന സ്വതന്ത്ര സ്ഥാപനമാണ്. ഈ ട്രായിൻ്റെ പൂർണ്ണരൂപം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ്. ചോദ്യം: നിലവിലെ കേരള PSC ചെയർമാൻ ആര്? ഉത്തരം: ഡോക്ടർ MR ബൈജു. ഇത് 2026 മെയ് 10 പ്രകാരമുള്ള വിവരമാണ് കേട്ടോ.